ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല നാടൻ ഡിഷായ പയറും കായ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയ്ക്ക് കടന്നാലോ. നമ്മളൊരു പാന് ഗ്യാസ്മ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്കൊരു 10 അല്ലി ചെറുള്ളി നന്നായി ചെറുതായി പൊടിയായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വേപ്പില, ഒരു 5-6 തണ്ട് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സബോളൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1.5 സ്പൂണ് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. ഇനി മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് 1 കപ്പ് പയർ ഇങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നീളത്തിൽ. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നിന്നും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. നമുക്കിത് ഇനി മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ആവി വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കാണാം നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഏകദേശം 3/4 ഭാഗം ഇത് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനിയൊരു 1/2 കപ്പോളം കായ ഇങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കായയുടെ കളർ മാറി. ചെറുക്കായാണ് എടുത്താക്കുന്നത്. ഇത് നമുക്ക് തോലോട് കൂടി നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. പെട്ടെന്ന് കായ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിക്കാം. ആവി വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പയറും കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിന് റെഡി ആവില്ലേ, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.